വൈപ്പിൻ വീരൻപുഴയിൽ എറണാകുളം ജില്ലാ ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ വാഴ നട്ട് പ്രതിഷേധിച്ചു. എക്കൽ മണ്ണ് നീക്കം ചെയ്ത് വീരൻപുഴയുടെ ആഴം കൂട്ടണമെന്നും ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ വീരൻപുഴയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സൗമിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ യാതൊരു വിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ എക്കല് വന്ന് പിന്നെ വീരൻപുഴയിലും അതുപോലെ 224 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ പെരിയാർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ പെരിയാർ എക്കൽ വീണ് മൂടി കിടന്നിട്ട് അതുവഴി വരുന്ന നമ്മുടെ വീരൻപുഴ, കൊച്ചിക്കായൽ, മുനമ്പത്താറ് ഇത്തരം ഭാഗങ്ങളിൽ എക്കൽ മൂടി കിടന്നിട്ട് യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഈ പ്രദേശം മുഴുവനും വെള്ളക്കെട്ടിലായി. മാസങ്ങളോളം വെള്ളം കെട്ടി 2 കിണ്ണങ്ങൾ തമ്മിൽ കൂട്ടുകൂട്ടുമ്പോഴാണ് ആൾക്കാർ എടുത്തുകൊണ്ട് ഓടേണ്ട ഒരു സാഹചര്യം വന്നത്. രാത്രി കിടക്കുന്ന സമയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു നടപടികളില്ല. ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല, വീരൻപുഴയെ സംരക്ഷിക്കാൻ നടപടിയില്ല, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയില്ല. ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുറപ്പിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിനുടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമപരമായിട്ടും പോകും. പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ കരയിലിറങ്ങി പ്രതിഷേധം ഉണ്ടാകും. വീരൻപുഴയിൽ നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ചെറുവഞ്ചി തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങളിൽ എക്കൽ അടിഞ്ഞുകൂടി കേടുപാടുകൾ സംഭവിക്കുന്നു. എക്കൽ കാരണം പുഴ നികന്ന് വേലിയേറ്റ സമയത്തും ശക്തമായ മഴ സമയത്തും സ്ഥിരമായി വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അവരെ സംരക്ഷിക്കണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വീരൻപുഴയുടെ ആഴം കൂട്ടണമെന്നും ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും യൂണിയൻ വ്യക്തമാക്കി. 24 കിലോമീറ്റർ നീളമുള്ള ഈ നദിയിലൂടെയാണ് കൊല്ലം കോട്ടപ്പുറം ജലപാത കടന്നുപോകുന്നത്. യാനങ്ങളോ മറ്റു വഞ്ചികളോ കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനാൽ ഇനിയൊരു പ്രളയ ദുരന്തമുണ്ടായാൽ വൈപ്പിൻകരയെ മാത്രമല്ല 10,000-കണക്കിന് ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്നും എക്കൽ നീക്കം ചെയ്യാൻ കേരള സംസ്ഥാനം മുൻകൈയെടുക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിൽ VS ബിനോയ്, PS രവി, KV വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. സ്വർണത്തിന് ഇരട്ടി മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന 6 മാസം മുതൽ 5 വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ, ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം.